പല നാടുകളിൽ നിന്നും വന്നവരുണ്ടാവും. അപ്പൊ നമ്മളൊരു മയ്യത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ചില അങ്ങനല്ലല്ലോ അത് ചെയ്യേണ്ടത് ജിങ്ങൾ പെന്തകാത്തിന് എന്ന് പറഞ്ഞു 4 ആള് 4 അഭിപ്രായം. അപ്പൊ എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെന്ന് നമുക്ക് ബന്ധപ്പെട്ട ഒരു മയ്യത്താണെങ്കിൽ ആ ഒരു മയ്യത്തിനെ കൈകാര്യം ചെയ്യുമ്പോ ചില വയസ്സന്മാര് അവരുടെ കാക്കകാരന്മാരായി കാണിച്ചു കൊടുത്ത ഒരു രൂപരേഖ ഉണ്ടാവും. ഈ രൂപരേഖ അങ്ങനെ ചെയ്തു വരികയായിരിക്കും. അവരൊരു കിതാബ് ഓതി പഠിച്ചതല്ല, അതല്ലെങ്കിൽ അവരൊരു ക്ലാസ് കേട്ട് മനസ്സിലാക്കിയതല്ല. അവരിങ്ങനെ മനസ്സിലാക്കി പോണ ഒരു ശൈലി. ആ ഒരു ശൈലിയിൽ അവരങ്ങനെ ചെയ്യും. അതിന്റെ ഒരു ശരിയായ വശം ഇന്ന രൂപത്തിലാണെന്ന് പറയുമ്പോ ജായിച്ചിപ്പോഴും മൊയ്ലേരവുന്ന കേട് നിൽക്കുന്നു. ഞങ്ങളൊക്കെ നാട്ടിൽ എത്ര മൊയ്ലിയന്മാര് വന്നിട്ടുണ്ട്. ഓലാരും ഇപ്പൊ ഇതിനെ എതിർത്ത് ആ മൊയ്ലിയന്മാരെ കുഴപ്പമില്ലത്. പക്ഷെ ഇവർ ചെയ്യുന്നത് ആ ഉസ്താദന്മാര് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവര് ചെയ്യുന്നതിലുള്ള തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ല. എന്റെ ഒരു അനുഭവം ഞാൻ വളരെ വ്യക്തമായി, ഞാനിതാണ് ആദ്യം പറഞ്ഞത്, ഒരു പൊങ്ങച്ചായി ആരും കൂട്ടരുത്. ചില അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോ നമുക്കെന്ത് ചെയ്യും, ഇത്തരം വിഷയങ്ങളിലൊക്കെയും ധൈര്യം തരും. ഞാൻ എടപ്പാല് ഭാഗത്ത് ഒരു മഹല്ലത്തില് ജോലി ഏറ്റു, ഖത്തീബൊക്കെ ആയി. മഹാനായ ഓക്കെ ഉസ്താദിന്റെയും സുലൈമാ ഉസ്താദിന്റെ ഒക്കെ സമ്മതപ്രകാരം ഞാൻ എന്ത് ചെയ്തു, ജോലിയേറ്റ്. കാരണം അതെങ്ങനെ പറഞ്ഞ ഓക്കെ ഉസ്താദിന്റെയും സുലൈമാ ഉസ്താദിന്റെയും സമ്മതപ്രകാരം ഞാൻ പറയാൻ കാരണം ഉസ്താദിന്റെ നാവിന് കുഴപ്പമില്ലേ, അപ്പൊ ഇമാമത്ത് നിന്നാൽ ശരിയാകുമോ എന്നൊക്കെയും ചിലപ്പോ ഏതെങ്കിലും ഉസ്താദന്മാര് യാദർശികമായി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓക്കെ ഉസ്താദിന്റെയും സുലൈമാ ഉസ്താദിന്റെയും സമ്മതപ്രകാരമാണ് നാവിന് ചെറിയ തകരാറുണ്ടാവലോട് കൂടെ തന്നെ ഖുത്ബി ഇമാമത്തൊക്കെ ഞാൻ ഏറ്റത്. അപ്പൊ ആ സംശയം ഉസ്താദന്മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ ഏറ്റ് അവിടെ ഏകദേശം ഒരു 15 കൊല്ലയ്ക്ക്, നല്ല ശ്രദ്ധിക്കണം, ഒരു 15 കൊല്ലയ്ക്കിന് അവിടെ ഖബർസ്ഥാനം വന്നിട്ട് പ്രാദേശികമായ ഒരു ചെറിയ വിഷയമുണ്ടായതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമേ ഖബർസ്ഥാനം തുറക്കുകയുള്ളൂ. അതുപോലെ തന്നെ മയ്യത്ത് കൊണ്ടുവരുന്ന ദിവസവും പിന്നെ അത് ഗേറ്റ് വെച്ച് പൂട്ടിയിടലാണ്. അതൊരു പ്രാദേശികമായ ഒരു ചെറിയ വിഷയമാണ് അവിടുത്തെ. ഇരിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു, സാധുവായ ഞാൻ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ മരിക്കാൻ. അപ്പൊ ഞാൻ മരിച്ച് കബറ് കുട്ട, ഞാൻ നാട്ടിലാണ്, ശനിയാഴ്ച രാവിലെ മരിക്കുന്നത്. വെള്ളിയാഴ്ച ഞാൻ നാട്ടിൽ പോന്നു. മരിച്ച വിവരം കിട്ടിയപ്പോ ശനിയാഴ്ച രാവിലെ തന്നെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഞാൻ ചെന്നു, കബറ് കുത്തുന്നോത്തൊക്കെ ഒന്നിങ്ങനെ നോക്കിയാണ്. അപ്പൊ എനിക്കും ഉറപ്പായി അവിടെ ആ കബറിന്റെ കിബില ശരിയല്ല, ആ കബറിന്റെ കിബില ശരിയല്ല എന്ന് എനിക്ക് വളരെ ബോധ്യപ്പെട്ടു. പക്ഷെ ഇനിയിപ്പോ അപ്പൊ ഞാൻ എത്തിയപ്പോഴേ കബറിന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 10 മണിക്കൊരു സ്ത്രീ മരിക്കുന്നു. അന്ന് ഉച്ചക്കായപ്പോഴേക്ക് മറ്റൊരു സ്ത്രീയും അവിടെ മരിക്കുക. 2 മരണം ഒരു ദിവസം നടക്കുകയാണ്. അപ്പൊ ഈ 2 മരണ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് നാട്ടുകാർ അവിടെ എത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ മയ്യത്ത് കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയം നല്ല ധൈര്യത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്കതിൽ പറയാനുള്ള ധൈര്യം ലഭിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു അനുഭവം പറയുന്നത്. അങ്ങനെ ഈ കുയ്യം മുക്കില് കബറിലേക്ക് മയ്യത്തിറക്കി. അപ്പൊ മയ്യത്ത് കബറിൽ വെച്ചത് ശരിയായിട്ടില്ല. കബറിൽ മയ്യത്ത് വെക്കേണ്ട രൂപത്തിലല്ല ഇയാൾ മയ്യത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അവരോ കല്ലാ ഇന്നഹാ ഹുവ കെലിമത്തുൻ ഹുവ കായിലുഹാൻ അങ്ങനെ ആയത്തുണ്ടല്ലോ. അവർ അന്നം പറഞ്ഞ മാതിരി അയാൾ ഏത് മയ്യത്ത് കബറിലേക്ക് ഇറക്കിയാലും ഒരു വാക്ക് പറയും, മയ്യത്ത് വെച്ചത് ശരിയല്ലേ എന്ന് ചോദിക്കോത്തരെ. കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നവർക്ക് രസമായിരിക്കും. ശബ്ദം കേൾക്കുന്ന പോലെ ഞാൻ സ്ക്രീൻ അളകാതിരിക്കുമ്പോഴേ. ഹലോ, ശരി, കേൾക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എന്താണ് ആരും കേൾക്കാല്ലേ, ഞാൻ അങ്ങനത് പറയാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, മതി, ഒരിക്കലിച്ചാൽ മതി. ഒരാളോട് എന്ത് ചെയ്തു, ഒരു ദിവസം മതി. മുമ്പ് ഒരാളോട് സമയം ചോദിച്ചു, സമയം എത്രയായി ചോദിച്ചു. 10:10 എന്നാണ്. ഒരിക്കൽ പറഞ്ഞാൽ തന്നെ എനിക്ക് തിരിന്നാണ്. സമയം ചോദിച്ചപ്പോ 10:10 എന്നാണ്. അപ്പോ ചോദിച്ചോ എന്ത് മനസ്സിലാക്കി, എനിക്ക് തിരിയാനിട്ടാണ് ഈ 2 വട്ടം പറഞ്ഞത്. അപ്പം പറഞ്ഞു ഒരിക്കൽ പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, എനിക്ക് തിരിയുന്നതാണ്. മാതിരി ഒരേ സ്ഥലിച്ചാൽ മതി.
ആ അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയാം. അപ്പൊ മയ്യത്ത് കബറിലേക്ക് ഇറക്കിയപ്പോ ഞാൻ ഒരിക്കൽ ഏതോ ഒരു സമയത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് വെച്ചത് ശരിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ ആലോചിച്ചു. റബ്ബേ, ഞാൻ ആദ്യമായിട്ട് ആ ജോലി ഏച്ചിട്ട് അവിടെ ഒരു കബറടക്കം നടക്കുകയാണ്. ഞാൻ അപ്പൊ ഒന്നും മിണ്ടിയിലാന്ന് വെക്കുക. ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നൂന്ന് വെക്കുക. ഇനിയൊരു മയ്യത്ത് മരിച്ച് കബറടക്കുമ്പോ നിങ്ങൾ മയ്യത്ത് വെച്ചത് ശരിയല്ല എന്ന് ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾ ചോദിക്കും, അല്ല ഉസ്താദെ, മുമ്പൊരു മയ്യത്ത് കബറടക്കിയപ്പോ നിങ്ങൾ അന്നൊന്നും മുന്തിയില്ലല്ലോ, എന്തപ്പോ ഈ മയ്യത്ത് കബറടക്കുമ്പോ മയ്യത്ത് വെച്ചത് ശരിയായില്ല എന്നൊരു ചോദ്യമാണ്. ഞാനൊരു 30-25 സെക്കൻഡ് കൊണ്ട് ഒരുപാട് ചിന്തയിലേക്ക് എന്റെ ചിന്ത പോവുകയാണ്. മിണ്ടിയാൽ ഇവിടെ എന്താകും? നല്ല പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. മിണ്ടിയില്ലെങ്കിൽ ഭാവിയിൽ ഇനിയൊരു മയ്യത്ത് കബറടക്കുമ്പോ ഈ ഒരു മസാല അവിടെ പറയാനും പറ്റൂല. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരിക്കൽ ഒരൊറ്റ വാക്ക് രണ്ടും കൽപ്പിച്ച് ഒന്നിരിക്കേണ്ട ജോലി പോകും, അല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അറിയെങ്കിലും ഒരു നിർബന്ധമായ ബാധ്യത അവിടെ നിറവേറ്റുക എന്ന നിലക്ക് ഞാൻ എന്താക്കി, ഞാൻ എന്ത് പറഞ്ഞു, ഈ കബറും കുഴിച്ചത് ശരിയല്ല, ആ മയ്യത്ത് വെച്ചതും ശരിയല്ല എന്നാണ്. നോക്കി, 10-15 കൊല്ലം ഒരു മഹല്ലത്തിൽ നടക്കുന്ന ഒരു സംവിധാനത്തെ എതിർക്കാണ്. 15 കൊല്ലത്തോളമായി ആ ഖബർസ്ഥാനിയിൽ ഖബറടക്കം മുസ്ലിമീങ്ങളെ ഖബറടക്കുന്ന സ്ഥലമാണ്. അവരെ വെച്ച് സാധുവായ നിങ്ങൾ ഈ ഖബറും ശരിയല്ല, മയ്യത്ത് ഖബറിൽ വെച്ചതും ശരിയല്ല, രണ്ടും ശരിയല്ല, ഈ വെക്കണ മാതിരി ചെയ്യല്ല, ഞാൻ എന്താ കാത്തിയാന്ന് വെച്ച്. അതിലത് ഭയങ്കര വിഷയമായി. കാരണം ഈ കുയ്യമുക്കരിമാർക്കൊരു സ്വഭാവം, ഓൽക്ക് കിബറ് കൂടും, ഓൽക്കൊക്കെ അറിയും, തീരെ വിവരമില്ലാത്ത ആൾക്കാരാലും അമ്മാതിരി വിഷയത്തിന് സാധാരണ തയ്യാറാവുക. അപ്പൊ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു വാശിയാണ്. അതിൽ ഇയാള് പറഞ്ഞ്, ഞാൻ 40,000 മയ്യത്ത് ഖബറടക്കിയിട്ടുണ്ട്, ചൂക്കൂതിച്ച്. ഞാൻ 40,000 മയ്യത്ത് ഖബറാക്കാം. ഇയാൾ പഴയ ഒരു കുയ്യമുക്കരിയാണ്, കുറെ പ്രായമായ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 40,000 അല്ല 80,000 ഖബറടക്കിയിട്ട് ആ ഖബറടക്കിയതൊക്കെ മാന്തി ഖബറടക്കുക. ഈ നിലക്കാണ് നിങ്ങൾ മയ്യത്ത് ഖബറടക്കിയിട്ടില്ല, അതൊക്കെ ഇനി രണ്ടാമത് മാന്തണം. പക്ഷെ മാന്താൻ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇനി മാന്തണ്ടാലും പറഞ്ഞു. അങ്ങനെ തന്നെ ആ ഖബറിന്റെ അവിടെ വെച്ച് പല നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവസാനം ചുരുക്കി പറഞ്ഞ ആകെ വിഷയമായി, ആകെ ചർച്ചയായി, ചർച്ചോട് ചർച്ച. പുതിയ മൊയിലേര് വന്നു, മയ്യത്ത് ഖബറടക്കുന്നത് ശരിയല്ല എന്നാ പറഞ്ഞത്. പുതിയ മൊയിലേര് വന്നു, മയ്യത്ത് ഖബറടക്കുന്നത് ശരിയല്ല എന്നാണ് ചർച്ച. അങ്ങനെ അവസാനം ആ മയ്യത്താണ് ഖബറടക്കി. ഞാൻ അവിടുത്തെ പ്രസിഡന്റിനെയും കമ്മറ്റിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഖബറിന്റെ കിബില ശരിയാവാതെ ഖബറ് കുത്താൻ പാടില്ല എന്നാണ്. അപ്പൊ അവിടുത്തെ സംവിധാനം എന്താ, ഒരു ഖബറ് കുത്തി മയ്യത്ത് ഖബറടക്കിയാൽ അടുത്ത ഒരു ഖബർ അവിടെ കുഴിച്ചിടും. കുഴിച്ചിട്ട് ഫിനിഷിംഗ് വർക്ക് മാത്രമേ ബാക്കി ഉണ്ടാവൂല. ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ അവിടെ ഫിനിഷിംഗ് ആക്കിയിട്ട് എന്നിട്ട് ഖബറടക്കല. അപ്പൊ ഒരു ഖബർ എപ്പോഴും എക്സ്ട്രാ പള്ളിത്തൊടുവിൽ ഉണ്ടാവും. എന്താ പറയാ, ഒരു സ്റ്റെപ്പിനായി ആരെങ്കിലും പെട്ടെന്ന് അപകടത്തിലൊക്കെ മരിച്ചാൽ പെട്ടെന്ന് ഖബറടക്കാനുള്ള ഒരാവശ്യത്തിന് വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കിബില ശരിയാവാതെ ഖബർ ഇവിടെ കുഴിക്കാൻ പാടില്ല എന്ന്. ഞാൻ എന്റെ ഒരു ധൈര്യം കൊടുത്തത് ഞാൻ പറയാം, നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ഒരു ധൈര്യം കിട്ടാൻ. അപ്പൊ ഒരു പ്രസിഡന്റിന് ഒരു ഉത്ഭയുള്ള ആളാ, ആള് പ്രസിഡന്റ് ആണെങ്കിൽ മൂപ്പർക്ക് ഒരു ഉത്ഭയുള്ള ആളാ. അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദെ, ആരെങ്കിലും പെട്ടെന്ന് മരിച്ചാൽ എന്താ കാത്തുകയെന്ന് വെച്ച്. ഇനി കിബില ശരിയാവുന്ന ഒരു ഖബറ് കുഴിക്കുന്നത് വരെ ഈ മഹല്ലത്തിൽ ഒരാളും മരിക്കൂല എന്നാണ്. അതിപ്പോ ഒരു കറാമത്തൊന്നും അല്ലട്ടോ, അതൊക്കെ നമ്മളൊരു ധൈര്യം കൊടുക്കുക. നമ്മുടെ ഒരു ഇസ്ലാമിക പ്രവർത്തനം അതൊരു ശരിയായ രൂപത്തിലായി കിട്ടണം. ഇനി ഈ ഒരു പിഴവ് ഇവിടെ സംഭവിക്കാൻ പാടില്ല എന്നൊരു ധൈര്യം, ഒരു വിഷയം നടക്കാൻ വേണ്ടി ഞാനൊരു ധൈര്യം കാട്ടിയതാ. അല്ലാതെ ഇപ്പൊ എനിക്ക് കറാമത്തുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇനിയൊരു കിബിലയുടെ കിബില ശരിയാകുന്ന ഒരു ഖബറ് കുഴിക്കുന്നത് വരെ ഇവിടെ ഒരു മരിപ്പില്ല എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ആകെ വിഷയമായി. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളാകെ കൂടെ അയാൾ പിന്നെ ഖബറൊക്കെ മൂതലൊക്കെ വെച്ചിങ്ങാണ്ട് ഈ കുയ്യമുക്കിരി പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ഭയങ്കര വച്ചിമ്പുലി. ഞാൻ എത്രയേ മൊയ്ലിയന്മാരെ മുമ്പിൽ വെച്ച് ഖബറടക്കിയിട്ടുണ്ട്, ഇതുവരെ ആരും തെറ്റു പറഞ്ഞിട്ടില്ല, അങ്ങത്തില്ല. ഞാൻ അവരൊന്നും കുലുങ്ങിയില്ല. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്നുള്ളൊരു കാരണന്മാർക്ക് ചൊല്ലുണ്ടല്ലോ. എന്ത് കുന്നു കുലുങ്ങിയാലും
കുഞ്ഞാത്ത് കുലുങ്ങൂലാണ്. ആ ഒരു ധൈര്യത്തിൽ തന്നെ ഞാൻ അവിടെ ഉറച്ചു നിന്ന്, ഉറച്ച തീരുമാനത്തിൽ അവിടെ ഇതൊന്ന് ശരിയായി കിട്ടണം, ഈ കബറടക്കം ഒന്ന് ശരിയായി കിട്ടണം, ഉറച്ച തീരുമാനത്തിൽ ഞാൻ അവിടെ നിന്നു. അപ്പൊ കമ്മിറ്റിക്കാരെല്ലാരും പറഞ്ഞ ഉസ്താദ് എന്നാ കിബില നോക്കിയെന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ സ്വിപ്പായി എന്ന് തോന്നില്ല, എന്നാ ഉസ്താദ് ഒന്ന് കിബില ഒന്ന് നോക്കിയെന്നാണ്. അപ്പൊ ഞാനത് കിബില ഞാൻ നോക്കും, അൽഹംദുലില്ലാ അല്ലാഹു തആല ഓക്കെ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് കിബിലയുടെ വിഷയം നോക്കുന്ന കിതാബാണ് കിതാബ് റിസാല, ഷൗക്കത്ത് ഉസ്താദിനൊക്കെ അറിയാം, അതൊക്കെ ഓതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പുതിയ തട്ടിപ്പ് ഞാൻ അത് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കിബില നോക്കി, ഇനി വേറൊരു ഉസ്താദ് വന്നിട്ട് പറയാണ് ഈ കിബിലും ശരിയല്ല എന്ന് പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. എന്നെപ്പോ ഈ ജനങ്ങൾക്കൊന്നും അറിയാം, ഞാനൊരു ഖത്തീബ് എന്നുള്ളൊരു പരിചയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കിബില ശരിയാക്കി. പക്ഷെ എന്ത് ചെയ്തു, ആ കിബില ശരിയല്ലാന്ന് എന്റെ കാലശേഷം വരുന്ന ഒരു ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ ഈ മാസം ആഴ്ച കിബില മാറ്റാൻ നടക്കേണ്ടി വരും, നിങ്ങൾ പണി ചെയ്യും. ഈ മഹല്ലത്തുകാര് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനെ കൊണ്ടുവന്ന് ഈ കുഴിച്ച കബറിന്റെ കിബില ശരിയാണെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇനി മൊയ്ലിയരും പണി എടുക്കൂല, ഞാൻ കൈക്കോത്തും പണി എടുക്കാൻ പോകുന്നതാണ്. നമ്മളൊരു കുടുംബം എന്ന നിലക്ക് നമ്മൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അന്ന് ഞാൻ വെച്ച അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ കുഴിക്കുന്ന കബറിന്റെ കിബില ശരിയാണെങ്കിൽ ഇനി മൊയ്ലിയര് പണി എടുത്തെങ്ങാണ്ട് ഞാൻ തലപ്പാവ് ധരിക്കൂല, ഞാൻ എന്റെ ഇൽമുമായി കൈക്കോത്തും പണിയത്തിന്റെ കുടുംബം പോലത്തുന്നതാണ്. അപ്പൊ പിന്നെ കമ്മിറ്റിക്കാർ പിന്നെ അത് കുടുങ്ങാൻ ഇനിയിപ്പോ അത് രക്ഷയില്ലല്ലോ. അപ്പൊ അത് നിങ്ങളെല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനെ കൊണ്ടുവരിക. ആ പണ്ഡിതൻ പറയത്തെ ഇവിടുത്തെ ഖബറിന്റെ കിബില എങ്ങനെ വരണം. ഉസ്താദ് പറഞ്ഞു. അപ്പൊ അവരൊരു പേര് പറഞ്ഞു, ഇന്നാലിന്റെ ഉസ്താദാണ് ഈ ഭാഗത്തുള്ള എല്ലാ ഭാഗത്തും പള്ളിയുടെ കിബില നോക്കാനൊക്കെ പോവാറുള്ളത്, അദ്ദേഹം കിബില മരിയിൽ നല്ല വിദഗ്ധനാണ് എന്നാണ്. നിങ്ങൾക്ക് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസം, ആ ഉസ്താദിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം എന്തോന്ന് ചോദിച്ചു. അപ്പോ അത് ഇല്ലാന്നാണ്. അന്ന് ആ ഉസ്താദിനെ കൊണ്ടുവരണം. ഈ മഹല്ലത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു പണ്ഡിതനായിരിക്കണം കിബില നോക്കേണ്ടത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത് നടക്കുന്നത് ശനിയാഴ്ചയാണ്. അങ്ങനെ അവരെ ഈ മഹല്ലത്തിന്റെ അടുത്ത മഹല്ലത്തിലാണ് ആ ഉസ്താദിന്റെ പേര. ഞാനും കമ്മിറ്റിയിൽപ്പെട്ട 1-2 ആൾക്കാർ ആ ഉസ്താദിന്റെ അടുത്ത് പോയി. ആ ഉസ്താദ് പറഞ്ഞു എനിക്ക് ഇനി അടുത്ത വ്യാഴാഴ്ച ഉച്ചന്റെ ശേഷം ഒഴിവുള്ളൂ. ഇത് സംഭവം നടക്കുന്നത് ശനിയാഴ്ചയാണ്. ഇനി അടുത്ത വ്യാഴാഴ്ച ഉച്ചന്റെ ശേഷമേ എനിക്ക് ഒഴിവുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആകെ പ്രശ്നമായി. കമ്മിറ്റിക്കാരിന്നൊരു ഉസ്താദെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഉസ്താദ് വന്ന് കിബിലും നോക്കി ഒരു കബറ് കുഴിച്ചാവുമ്പോഴേക്കും ഒരാഴ്ച പുതുക്കൂല, അതിന്റെ ഇടയിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാല് എന്താപ്പ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചു. അത് സംഭവിക്കുമ്പോ ആലോചിക്ക, ഇപ്പൊ സംഭവിച്ചിട്ടില്ലല്ലോ, എന്നെങ്കിലും നായി ആവശ്യത്ത് ഇപ്പൊ തന്നെ പോയിട്ട് വെന്നൂറ്റി കിടക്കണ്ട, നായി ആകുമ്പോ വെന്നൂറ്റി കാണാൻ മതി. എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ വേജാറാവന്താണ്. അങ്ങനെ ഒരാടെ നിന്ന് വ്യാഴാഴ്ച വരെ ഞാൻ ശ്വാസം വിട്ടിട്ടില്ല. അത് വേറൊരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പൊ എന്റെ ഒരു അവസ്ഥ പറയാം, വ്യാഴാഴ്ച വരെ എന്റെ ശ്വാസം വിട്ടിട്ടില്ല. കാരണം വ്യാഴാഴ്ച വന്നിട്ട് ഈ ഉസ്താദ് പറയാണ് ഈ കബറിന്റെ കിബിലക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാ എന്തായിരിക്കും പഞ്ചരാവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കാൻ. ആകെ ചുറ്റുഭാഗത്തും മഹല്ലത്തിലൊക്കെ ചർച്ച നടക്കാണ്. ഇന്ന മഹല്ലത്തിലെ ഖബർസ്ഥാനിന്റെ കിബില ശരിയല്ല, ഖബറിന്റെ കിബില ശരിയല്ല എന്ന് ചായപ്പീടിയയിലും മദ്രസകളിലും പല സ്ഥലങ്ങളിലും ചർച്ച നടക്കാൻ. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ഒരു മുക്കലിന്റെ 30 തമാശക്കാരനാണ്. ഒരു മിനിറ്റ്, ഒരു ചെറിയ PM വന്നിട്ടുണ്ട്, ഞാൻ അതിന് ചെറിയ മറുപടി കൊടുക്കട്ടെ, ഒരൊറ്റ മിനിറ്റ്. ഒരാൾക്കൊരു സ്ഥലം അറിയാം, സ്ഥലം ഏതാണെന്ന് അറിയാം. അപ്പൊ അത് നമ്മൾ പരസ്യമാക്കണ്ട, അയാൾക്കാൾ നിൽക്കുന്നത്. അപ്പൊ ഏതായാലും എന്തായാലും എന്റെ ശ്വാസം പോകുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോ എന്റെ മുക്കിരി എന്നോട് ചോദിക്കും എന്താ ശ്വാസം തിങ്ങുന്നുണ്ടോ, ഖബറിന്റെ കിബില വെക്കുവോ എന്ന്. മൂപ്പരിനത്തിങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഏതായാലും പറയട്ടെ, വ്യാഴാഴ്ച ളുഹറിന്റെ ശേഷം കിബില നോക്കാൻ ഉസ്താദ് വരികയാണ്. ഈ പറയപ്പെട്ട ഉസ്താദ് വരികയാണ്. അപ്പൊ ഈ ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഏകദേശം ആ അഗ്നാദിയിലുള്ള എല്ലാവരും ഉസ്താദിന്റെ പിന്നാലെ വരികയാണ്. കാരണം ഇവിടെ കിബില ശരിയല്ലാത്ത ചർച്ചകൾ
പൊതിപൂലായി നടക്കുകയാണല്ലോ നാട്ടില്. എല്ലാവരും കൊണ്ട് വന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാദേശികമായ ചില പ്രശ്നം കാരണം ഈ ഗേറ്റ് പൂട്ടിതലാണ്. അപ്പൊ എന്താക്കി, ഇങ്ങനെ ഉസ്താദ് വന്നു, എന്റെ ഒപ്പമുള്ള മുക്രി എന്താണ് ആ ഗേറ്റിന്റെ ആ ഖബർസ്ഥാനത്തിന്റെ വാതിലിന്റെ ചാവി എടുത്ത് ഗേറ്റ് തുറന്ന് ഈ ഉസ്താദ് ഈ പള്ളിയിലേക്ക് ഈ ഖബർസ്ഥാനിയിലേക്ക് അത് കേറിയ സമയത്ത് അയാൾ ഈ പറയപ്പെട്ട കുയ്യം മുക്രിയും കമ്മറ്റിക്കാരും എല്ലാരും ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പലവരും എന്റെ മുഖത്തേക്കാ നോക്കുന്നത്. എന്തായിരിക്കും ഇവരെ വരുന്ന പ്രതികരണം എന്ന നിലക്ക് ആ ഖബർസ്ഥാനിയിലേക്ക് അത് കടന്നപ്പോ തന്നെ ഈ ഖിബില നോക്കുന്ന ഉസ്താദ് പറഞ്ഞു, ആരാണ് ഈ ഖബറ് കുത്തിയത് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആരാണ് ഈ ഖബറുകൾ കുത്തിയത് എന്നൊരൊറ്റ ചോദ്യമാണ് ഉസ്താദ്. അള്ളാഹു തആല ഉസ്താദ് എന്നും ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹു ആഫിയത്തും ആയുസ്സും നൽകുമാറാവട്ടെ. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ എല്ലാവരും കുറെ ആൾക്കാർ ഇന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്തായിരിക്കും, കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നമാണല്ലോ, ഒരു ഖബർസ്ഥാനന്റെ ഖിബില ശരിയല്ല എന്നാണ് ആ മഹല്ലത്തിലെ ഒരു വിഷയം. എന്തായിരിക്കും എന്ന് നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരാണ് ഈ ഖിബില ഈ ഖബറക്കും കുത്തിയത് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പറയത്തെ, കപ്പ തോന്നി നല്ലൊരു സ്ട്രോങ് ചായ എപ്പോഴാ കിട്ടേണ്ടത്. കാരണം 5-6 ദിവസമായി ശ്വാസം വേണ്ടതുപോലെ ഞാൻ വിടുന്നില്ല. സംഗതി മസാലയും കാര്യം ഒക്കെ ആണെങ്കിലും എന്താണ് അവസ്ഥ പറയാന്, ആ ഉസ്താദിന്റെ വടക്കം നോക്കിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു, അങ്ങനെയും വരല്ലോ. ആ ഉസ്താദിന്റെ കൈവശമുള്ള വടക്കം നോക്കിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിട്ട് അത് ഒച്ച നോക്കിയിട്ട് ആ ഉസ്താദ് പറഞ്ഞു, ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ സംഗതി ആകമാനം കെട്ടൊരു വിഷയമാണല്ലോ. അതുകൊണ്ട് എനിക്കങ്ങനെ ഈ ഖബറ് കുത്തിയത് ആരാണെന്ന് ചോദിച്ചപ്പോ നിക്കപ്പത്തോന്നി നല്ലൊരു സ്ട്രോങ് ചായ ഇപ്പൊ കിട്ടണം. കാരണം തലവേദന ഏകദേശം ഒരാഴ്ച കയറിയ ഗ്യാസിന് ഒരു ചെറിയ സമാധാനം എനിക്ക് കിട്ടുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഖിബില നോക്കി നല്ല മാറ്റം, ചില്ലറ മാറ്റൊന്നുമല്ല. ഞാനിതാണ് അതിന്റെ പുതിയതായി കടന്നു വന്ന ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, എന്തല്ല ഇത് ഞാനൊരു പൊങ്ങച്ചായിച്ചോ കിബറായിച്ചോ പറഞ്ഞതല്ല. ഞാൻ ക്ലാസ് റൂമിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഉസ്താദിന്റെ മദ്ഹ് പറയാന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതായത് ഈ മയ്യത്ത് സംസ്കരണത്തിൽ നമുക്ക് ധൈര്യമില്ലെങ്കിൽ ആ വിഷയം കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കൂല. കാരണം പല രാജ്യത്തുള്ള ആൾക്കാരുണ്ടാവും. ഒരു മയ്യത്ത് ഖബറടക്കുമ്പോ, ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോ, അത് കഫൻ ചെയ്യുമ്പോ പല ആളുകളും ശ്രദ്ധിക്കും. അങ്ങനല്ലല്ലോ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ കുലുങ്ങിയാൽ ഈ വിഷയത്തിന് ഭംഗി കിട്ടൂല, അതതിന്റെ ശരിയായ രൂപത്തിലാകൂല. അതുകൊണ്ട് നല്ല മനക്കരുത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇപ്പൊ ഞാനിന്റെ അനുഭവം. പലരും എടപ്പാല് ഭാഗത്ത് ചുറ്റുഭാഗത്തുള്ളവരൊക്കെ PM അയക്കണെന്ത് അതല്ലേ. ഞാനിപ്പോ ആ നാട്ടുകാർക്കും പ്രശ്നം, പേര് പറഞ്ഞൊന്നും കുഴപ്പമില്ല, വെറുതെ പറഞ്ഞ ആവശ്യമില്ലാതെ പറയണ്ടല്ലോ. പലരും ചോദിക്കുന്നത് ഇന്നാലിന്ന സ്ഥലത്തല്ലേ, അതാ സ്ഥലക്കാരനെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരോടും ഓൺലൈൻ വഴിക്ക് റേഡിയോ വഴിക്കൊക്കെയും നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന ഫിഖിഹിയായ ചർച്ച കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം നല്ല ഗഹനമായി ഇത്തരം വിഷയങ്ങൾ പഠിച്ച് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടുകൂടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത്. ഏതായാലും നമ്മളൊരു ക്ലാസ് റൂം തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ ഈ വിഷയവും വളരെ ഭംഗിയായി ധൈര്യത്തോടു കൂടെ പഠിക്കാൻ നിങ്ങളൊക്കെയും തയ്യാറാവണമെന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയും, ഈ വിഷയത്തിൽ ഒന്നുകൂടി പറഞ്ഞാൽ ഞങ്ങളുടെ നാടുകളിലൊക്കെയും പറയും കുറുപ്പിന്റെ ഉറപ്പ്. അത് കാരണന്മാരോചല്ല, ആ ഓന്റെ ഉറപ്പൊക്കെ ഒരു കുറുപ്പിന്റെ ഉറപ്പാണ്. കുറുപ്പിന്റെ ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമില്ലാത്ത ഒരു തുമ്പി, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, തുമ്പിയാ പോകുന്ന മൂക്ക്. അത് കാരണന്മാരോ ചൊല്ലാണ് ധൈര്യമില്ലാത്ത വിഷയം. ഓനൊരു തുമ്പിയാ പോകുന്ന മൂക്കാണ് എന്നാല്. തുമ്പിയാ പോകുന്ന മൂക്ക് എന്ന് പറഞ്ഞാൽ ഓനക്ക് ആ വിഷയത്തിലൊന്നും ഒരു ധൈര്യമില്ല. അപ്പൊ ആ ധൈര്യം ഇല്ലാതിരുന്നാൽ ഈ വിഷയം കൊണ്ട് കാര്യമില്ല.
അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്കൊക്കെ വരും. അങ്ങനെ ഒരുപാട് അനുഭവം എൻ്റെ അനുഭവത്തിലുണ്ട്. ഈ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പല പ്രശ്നത്തിലും അവിടെ നടന്നു വരുന്ന ഒരു വിഷയത്തിനെതിരെ നമ്മൾ ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒച്ചും ഭർത്താനൊക്കെ ഉണ്ടാക്കും. എന്തായാലും ഒച്ചും ഭർത്താനും ഉണ്ടാക്കിയാലും ഇപ്പൊ നമുക്കൊരു ബന്ധപ്പെട്ട മയ്യത്താണ്, നമ്മുടെ ഒരു അലാപ്പയുടെ ഉപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മളത് ധൈര്യമായിട്ട് ആ വിഷയത്തിൽ സ്ഥിതിയായി നിന്ന് കൊടുക്കാൻ നമ്മൾ ധൈര്യം കാണിക്കണം. അള്ളാഹു തൗഫീക്കിനെ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മയ്യത്ത് ഖബറിലേക്ക് ഇന്ന് പല മഹല്ലത്തിലും പോയി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ഒരു മയ്യത്ത് എങ്ങനെയാണ് ഖബറിൽ വെക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി മുഖവും നെഞ്ചും കിബിലയിലേക്കാവണം. അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കേരളത്തിലുള്ള ശ്രോതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മഹല്ലത്തിലൊക്കെ മരിക്കുന്ന സമയത്ത് മയ്യത്ത് ഖബറടക്കുമ്പോൾ ഒന്ന് എത്തി നോക്കുക. ഇതിപ്പോ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ചെറിയ അപാകത നമ്മുടെ ചില ഉസ്താദന്മാർക്ക് വന്നിട്ട്, ഞാൻ ഉസ്താദന്മാരെ ആക്ഷേപിക്കല്ല, കാരണം നമ്മുടെ മഹല്ലത്തിലേക്കുള്ള ഒരു പരിപാടി എന്താണെന്ന് അറിയങ്ങള്, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഖത്തീബ് റൂമിലേക്കും പോകും, മയ്യത്ത് പള്ളിക്കാത്തിലേക്കും പോകും. എന്നിട്ട് പിന്നെ നമ്മൾ മൂതുകല്ലൊക്കെ വെച്ച് മുക്കിരി തെൽക്കീനും ചൊല്ലിക്കൊടുക്കൽ കഴിഞ്ഞ് തസ്ബീത്തും ചൊല്ലിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ദുആ ഉണ്ട്. ഈ ദുആഇന്റെ നേരത്താണ് ചില ഉസ്താദന്മാർ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലൊക്കെയും ഉസ്താദന്മാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോ തന്നെ അവരെന്താവണം. എന്നിട്ട് ആ മയ്യത്ത് ഇറക്കുന്നതും മയ്യത്ത് ഖബറിന്റെ ഭാഗത്ത് വെക്കുന്നതും മയ്യത്ത് ഖബറിൽ കിടത്തുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ച് തെറ്റുണ്ടെങ്കിൽ അപ്പ പറഞ്ഞു വെക്കണം. നേരെ മറിച്ച് നമ്മളെന്ത് ചെയ്തു, നേരെ റൂമിൽ വന്നിരുന്നു, തെൽക്കീനും ചൊല്ലിക്കഴിഞ്ഞു, തസ്ബീത്തും ചൊല്ലിക്കയ്യാ നേരത്തെ ആരോ വന്ന് വിളിക്കും, ഉസ്താദെ ദ്വാരക്കാരയക്കുന്നു. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ചെന്നുങ്ങാണ്ട് ദ്വാരന്ന് പോലും. എങ്ങനെയാണ് ഇപ്പൊ ഈ മൂതുകല്ലിന്റെ അടിയിൽ മയ്യത്ത് കിടക്കുന്നത് എന്നെന്താകുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അത് പുസ്തകന്മാർക്കൊന്നും മസ്തല അറിയാത്തില്ല. അതായത് സാധാരണക്കാര് ചെയ്യുന്ന ഫിഖ്ഹിയായ ക്രമശാസ്ത്രപരമായ വിഷയങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നോക്കിങ്ങള്, ഇതൊന്നും ഇന്നലെ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഇതൊക്കെ ഇപ്പൊ ഗസാലി ഇമാം, ഞാൻ ഒരു അനുഭവം പറയട്ടെ, ഒരു ചെറിയ സംഭവം. മഹാനായ ഗസാലി ഇമാം തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. അതായത് അംറു ബിൽ മഅറൂഫിന്റെ ബാബില്, അതായത് പള്ളികളിലൊക്കെ ചെന്നു നോക്കിയാൽ ജനങ്ങൾ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളുകളും നിസ്കാരത്തിന്റെ ഫർളുകളിലൊന്നും തീരെ ശ്രദ്ധിക്കാത്തൊരവസ്ഥ കാണാം. അത് കാണുന്ന സമയത്ത് തെറ്റാണെന്ന് കണ്ടാൽ ബോധ്യപ്പെടുത്തല് ആ മസ്അല അറിയുന്ന വ്യക്തിക്ക് നിർബന്ധമാണെന്നൊക്കെ അംറു ബിൽ മഅറൂഫിന്റെ ബാബിൽ മഹാനായ ഗസാലി ഇമാം പറയുന്നത് കാണാം. ഇപ്പൊ അനുഭവം അടുത്ത് ഉണ്ടായോ, ഒരു വ്യക്തി ഒളുക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന്റെ ശേഷം 2 കാലും കഴുകി കഴിഞ്ഞതിന്റെ ശേഷം എന്ത് ചെയ്യാണ്, മുൻകൈയിൽ കുറച്ച് വലത്തെ കയ്യിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് ഇയാളെ മുത്തൊന്നിങ്ങനെ തുടക്കുന്നുണ്ട്, കയ്യിന്റെ മുത്ത് തുടക്കുന്നുണ്ട്. അപ്പൊ നിക്കത് മനസ്സിലായത് ഇപ്പൊ തുടക്കാലെ കാരണം എന്നതാണ് എനിക്ക് മനസ്സിലായി. വിവരമില്ലാണ്ടായിരിക്കും. അപ്പൊ നിക്ക് ഇന്നതാണ് അയാൾ ഇപ്പൊ ഈ ഒലുണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളം മുക്കിയിട്ട് വീണ്ടും കയ്യിന്റെ മുത്തിങ്ങനെ ഒന്നിങ്ങനെ തുടക്കുക, നനക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, സംഗതി ഒരു സോക്കർക്ക് മനസ്സിലായി, എന്താ പറ്റി ചെയ്തെന്ന് ചോദിച്ചു. ഒരു വിവരമില്ലാത്തൊരു സാധാരണക്കാരനാണ്. അവസ്ഥാനം കൈ കഴുകിയപ്പോ എന്തായില്ല, കയ്യിന്റെ മുത്ത് നനഞ്ഞിട്ടില്ലാണ് ഇപ്പഴാ കണ്ടത്. അപ്പൊ അത് നനക്കുകയാണ്. എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി. കൈ കഴുകിയപ്പോ മുത്ത് നിറഞ്ഞിട്ടില്ലാണ് ഇപ്പഴാ കണ്ടത്. അപ്പൊ അത് നനച്ചു കൊടുക്കുകയാണ്. സംഗതിക്ക് ആദ്യമേ മനസ്സിലാക്കിന് ഈ പാവം. അപ്പൊ ഈ പാവം മനസ്സിലാക്കിയത് എന്താ, അതായത് കൈ കഴുകുമ്പോ കയ്യിൽ നനയേണ്ട ഭാഗങ്ങൾ നനഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒലുണ്ടാക്കി കഴിഞ്ഞതിന്റെ ശേഷം നനച്ചാ മതി എന്നുള്ള ഒരു ധാരണയിലാണ് ഈ വ്യക്തി ജീവിക്കുന്നത്. എന്ത് എത്രയോ ഞമ്മളിപ്പോ ഒലോഹിന്റെ വിഷയം അത് മാറ്റുക. ഞാൻ മയ്യത്ത് സംസ്കാരത്തിലേക്ക് വരാം, അടുത്ത ക്ലാസിന്റെ ഉസ്താദന്മാരെ അയക്കണമെങ്കിൽ വരാം, അല്ലെങ്കിൽ അല്പസമയം വേറെ തുടരാം. ഞാനിത് ഇന്നൊരു വിഷയം നമുക്ക് ഇനി പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് ശ്രോതാക്കളെ ബോധ്യപ്പെടുത്താനും, ക്ലാസ് റൂം പോലും പെരുന്നാൾ കഴിഞ്ഞിട്ട് ആ പഴയ ഒരു സജീവത കിട്ടിയിട്ടില്ല.
അപ്പൊ വിഷയം പഠിക്കാനില്ലാത്തത് കൊണ്ടാണോ എല്ലാവരും ഓൺലൈനിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി ഇപ്പൊ അതിന് പ്രത്യേക വിഷയങ്ങളൊന്നുമില്ല എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്നിങ്ങോട്ട് തിരിച്ചു വരട്ടെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക്. പക്ഷേ നമ്മുടെ സിനാൻ TC ഉസ്താദ് ഉണ്ട്. ഉസ്താദിന് അർജന്റ് ഇല്ലെങ്കിൽ മൈക്കയിലേക്ക് വരാൻ ഞാനൊരു അല്പസമയം ഞാനൊരു ആമുഖം ഇന്നലെയും കുറച്ച് പറഞ്ഞു, ഇന്നൊരു ആമുഖം. അപ്പൊ ഒരു പരസ്യമായിട്ട് അങ്ങനെ കിടക്കത്ത ഒരു പുതിയ വിഷയം. അപ്പൊ കേൾക്കുന്നവരൊക്കെയും മൗലിദ് കഴിയുമ്പോഴേക്കെങ്കിലും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തും. അല്ലാഹു തആല നമ്മുടെ ക്ലാസ് റൂമിനെ ഇനിയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഓൺലൈൻ രംഗത്തുള്ള ഒരു ക്ലാസ് റൂമാക്കി അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യാം. അപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ നോക്കി, ഇപ്പൊ തയമ്മം ചെയ്യുമ്പോ എത്രയോ ആളുകളെ എനിക്കറിയാം. എന്ത് കയ്യിൽ വെള്ളം ചേരാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അവരെ തയമ്മം ചെയ്യാന്നറിയാം. പക്ഷെ ഒരുപാട് ആൾക്കാർ കാലും കഴുകി കഴിഞ്ഞതിന്റെ ശേഷമാണ് കയ്യിനുള്ള തയമ്മം ചെയ്യുക. നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ സജീവമായ ഒരു അദ്ദേഹത്തിന്റെ കയ്യിനെന്തോ ഒന്ന് പറ്റിച്ച് എന്തോ ഒന്നെന്തായിരിക്കുന്നു ഒരു ബാൻഡേജ് ചുറ്റിയിരിക്കുന്നത്, അത് കത്തയക്കാൻ പാടില്ല ഒരാഴ്ചക്ക്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് വിളിക്കാൻ. അപ്പൊ ഞാൻ സുഖവിവരങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എന്തൊക്കെ കയ്യിനൊരു ചെറിയ വേദന വന്നു, ഒരു എല്ലിനെന്തോ ഒരു ചതവുണ്ട്, അപ്പൊ പ്ലാസ്റ്റിക് ഇപ്പൊ കയ്യൊന്ന് നടക്കാൻ വയ്യാന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ച്, അല്ല അപ്പൊ ഒരു സാധാരണക്കാരനാണ്, ക്ലാസ് റൂമിന്റെ അടിമിനി ആണെങ്കിലും ഇസ്ലാമികമായ വിവരം എന്തോ ഇല്ലയെന്ന് ഇപ്പൊ നമുക്കറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിസ്കരിക്കണൊക്കെ ഉണ്ട്, തയമ്മം ചെയ്തതൊക്കെ നിസ്കരിക്കണുണ്ട് എന്നാണ്. ആ അടിമിനി ഇപ്പൊ ഏതായാലും നമ്മുടെ ക്ലാസ് റൂമിൽ ഇല്ല, അതുകൊണ്ട് പറയാൻ. ഇനി പറഞ്ഞാലും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ അനുഭവം ഒന്ന് പറയട്ടോ, നമ്മളെ ക്ലാസ് ജനങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നൊരു അനുഭവത്തിന് വേണ്ടി ചിലപ്പോൾ ഞാൻ അത് പറയാം. ആയിക്കോട്ടെ ഉസ്താദ് പറഞ്ഞു, പേര് പറഞ്ഞാൽക്ക് കുഴപ്പമില്ല എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ ഈ ഫോൺ സംഭാഷണം നടക്കുന്നത്. അപ്പൊ എങ്ങനെ തയമ്മം ചെയ്യാറുള്ളത് എന്ന് ചോദിച്ച്, ഞാൻ ഒക്കെ കഴുകി കഴിഞ്ഞ് കാലൊക്കെ കഴുകി കഴിഞ്ഞ് തയമ്മം ചെയ്യൂ ഉസ്താദേ എന്നാണ്. ഞാൻ പറഞ്ഞേ, തയമ്മം ചെയ്യേണ്ടത് അപ്പലല്ല, കയ്യിനുള്ള തയമ്മം ചെയ്യുമ്പോ കയ്യിൽ നിന്ന് കഴുകാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ കഴുകി. അബൂസിനാൻ ഉസ്താദ് എന്തോ ഒരു PM അയച്ചിട്ടുണ്ട്. ഈ അനുഭവം കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായി. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒന്ന് ക്ലാസ് റൂമിലേക്ക് വരാം, നമ്മൾ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ധൈര്യം കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു അനുഭവം മഹാനായ TC ഉസ്താദ് കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായി. ഉസ്താദ് അർജന്റൊന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ മൈക്കയിൽ തുടരാം. വിഷയം നമുക്ക് പറയാം. ഇതാദ്യം ഇങ്ങനെ ഒരു വിഷയം തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മഹല്ലത്തിൽ ധൈര്യമായി ഇത്തരം മസ്അലകൾ ഈ ക്ലാസ് റൂമിലൂടെ പഠിച്ചിട്ട് ഞാനൊന്ന് എന്റെ നാട്ടിൽ എന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ അല്ലെങ്കിൽ എനിക്ക് ബന്ധപ്പെട്ടവർ മരിക്കുമ്പോ അത് ശരിയായ രൂപത്തിലാവണം എന്ന് ഒരു ധൈര്യം കിട്ടാൻ ഞാൻ ഈ വിഷയം കേൾക്കട്ടെ, പഠിക്കട്ടെ. അതുപോലെ തന്നെ എന്നെ കൈകാര്യം ചെയ്യേണ്ടവർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കബറ് കടക്കുമ്പോ നമ്മുടെ മുഖവും നെഞ്ചും കിബിലയിലേക്കല്ലെങ്കിൽ അത് നമ്മളെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ മസ്അല ധൈര്യമായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അപ്പോഴേ നമ്മളെ മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോ അവർ ആ ധൈര്യത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോ ഉസ്താദുമാർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടാവും. പല ഉസ്താദുമാർ ഈ വിഷയം ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോ സാധാരണക്കാർക്ക് ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു ധൈര്യം കിട്ടും. ചുരുക്കി പറഞ്ഞ ഒരു അനുഭവം ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഹബീബെ, തയമ്മം ചെയ്യേണ്ടത് കാല് കഴുകി കഴിഞ്ഞിട്ടല്ലല്ലോ, മുഖം കഴുകിയിട്ട് തല തടയുന്നതിന് മുമ്പാണല്ലോ കൈ കഴുകേണ്ട സമയം. ആ സമയത്ത് തന്നെ കയ്യിനുള്ള തയമ്മും വരണം. അപ്പൊ മുഖം കഴുകി തല തടയുന്നതിന് മുമ്പ് കയ്യിലേക്ക് വെള്ളം ചേർക്കാൻ പറ്റാത്തതിന് തയമ്മ അപ്പ സംഭവിക്കണം. കാല് കഴുകിയിട്ട് തയമ്മം ചെയ്താൽ പോയല്ലോ എന്നാണ്. അപ്പൊ ഉസ്താദെ ഇനി എന്താ ഇപ്പൊ കാത്താന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചക്കത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഞാൻ ചെയ്ത നിസ്കാരം സഹിയായിട്ടില്ല. അപ്പൊ ഈ ഒരു ഗതികേട് എനിക്ക് എത്തുമായിരുന്നില്ല എന്നാണ്. ഒരാഴ്ചക്കുള്ള നിസ്കാരം മടക്കി നിസ്കരിക്കാനാ ജോലി തിരക്കിന്റെ ഇടയിൽ സംഗതി. ഇപ്പോ എന്തിനെന്നെ നേരമില്ല, ദിവസേനല്ല 5 വക്ത് നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ നേരമില്ല. മുമ്പ് ഒരാൾ പെട്ടെന്ന് അവസാനത്തെ അത്തഹിയാത്തിൽ വന്ന് തുടർന്നു. അവസാനത്തെ അത്തഹിയാത്തിൽ തുടർന്ന് എല്ലാവരും സലാം വീട്ടിയപ്പോ ഇയാളും എന്ത് ചെയ്തു, സലാം വീട്ടി. അപ്പൊ ഒപ്പം ഇരിക്കുന്ന ആൾക്കാർ ചോദിച്ചു, ഇജ്ജന്റെ സലാം വീട്ടി, ഇജ്ജ് അവസാനത്തെ അത്തഹിയാത്തിലല്ലേ വന്ന് തുടർന്നത്, അനക്കുഞ്ഞു നിസ്കരിക്കാല്ലേ?
അതന്നെ ഇപ്പൊ ഓലുണ്ടാക്കാതെ വന്നോണ്ട് കിട്ടിയതാ. ഓലുണ്ടാക്കാൻ നിക്കാച്ചപ്പോ ഈ അത്തഹിയാത്ത് ഇമാമിന്റെ ഒപ്പം കിട്ടിയില്ലാന്നാണ്. അപ്പൊ ഇതേമാതിരി നമുക്ക് തീരെ സമയമില്ല. ഈ സമയമില്ലാത്ത നമ്മളോതിഞ്ഞ് ഒരാഴ്ചക്കുള്ള നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്ന് പറയുമ്പോ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ ഇങ്ങനൊക്കെ ഒരു ബോധ അബദ്ധങ്ങള് സാധാരണക്കാർക്ക് വരും. അപ്പൊ സാധാരണക്കാർ ഇത്തരം കാര്യം, ഇപ്പൊ മയ്യത്ത് പരിപാലനം, മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുക, ഈ വിഷയത്തിലൊന്നും സാധാരണക്കാർ അവരിങ്ങനെ മനസ്സിലാക്കി പോകുന്ന രൂപത്തിൽ അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മുടെ ഉസ്താദന്മാരോട് ഞാൻ ഉപദേശിക്കല്ല, എന്റെ ഒരു ആശയം അവരുമായി ഞാൻ ഷെയർ വെക്കുകയാണ്. ഒരുപാട് സക്കാഫികൾ, അഹ്സനികളൊക്കെ ക്ലാസ് റൂമിൽ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, ഖത്തീബന്മാരും മുഅല്ലിമീങ്ങളും സദർ മുഅല്ലിമീങ്ങളൊക്കെ ആയിട്ടുള്ളവർ. കാരണം പല ഉസ്താദുമാരും വിളിച്ച് ആ വിഷയത്തിന്റെ ആ ഒരു ഇബാദത്ത് എവിടെ ഉള്ളത് എന്ന് വെച്ചിട്ട്. അപ്പൊ ക്ലാസ് കേൾക്കുന്ന ഇത്തരം പൊതു മഹല്ലത്തുകൾ ൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെയും നമ്മൾ വിഷയം മനസ്സിലാക്കി ഒരു മയ്യത്ത് വരുമ്പോ അതിന്റെ തല മുതൽ അവസാനം വരെ നമ്മൾ ഒരു 2-3-4 മയ്യത്ത് സംസ്കരണത്തിൽ നമ്മൾ ആ നേതൃത്വം നൽകിയാൽ ആ മഹല്ലത്തിൽ അത് അതിന്റെ ശരിയായ രൂപത്തിലെത്തും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു ആമുഖം കുറിച്ച് നമ്മൾ സിനാൻ സാലി ഉസ്താദ് ക്ലാസ് റൂമിലുണ്ട്. ഉസ്താദിന് ഈ വിഷയത്തിലേക്ക് എന്നേക്കാൾ ഒരുപാട് അനുഭവം, വലിയ പണ്ഡിതനും എന്നേക്കാൾ കൂടുതൽ കാലം പല മഹല്ലത്തിലൊക്കെ ജോലി ചെയ്തതാണ്. അള്ളാഹു ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ആഫിയത്തും ആയുസ്സും ഉസ്താദിനും നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരായ, നിങ്ങളുടെ സഹപാഠികളാവുന്ന, ഓൺലൈൻ ക്ലാസുകൾ കേൾക്കാൻ സൗകര്യമുള്ള മൊബൈൽ ശ്രോതാക്കള്, ലാപ്പുള്ളവര്, ഇവരൊക്കെ ഈ വിഷയം അറിയിച്ചിട്ട് KMIC-യിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, പഠിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് നിങ്ങൾ അറിയിച്ച് നമ്മുടെ ക്ലാസ് റൂമിനെ വീണ്ടും സജീവമാക്കണമെന്ന് ഉണർത്തി. അസ്സലാമു അലൈക്കും. പെണ്ണുങ്ങൾ ഇമാം ജമാഅത്തോടെ മയ്യത്ത് നിസ്കരിക്കാമോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച പിന്നെ ചെയ്യാം. അതൊക്കെ വിശാലമായി പഠിക്കേണ്ടതാണ്. അതൊക്കെ പറയുമ്പോ തന്നെ അതൊക്കെ അതില്ലാതാവും. കാരണം പെണ്ണുങ്ങൾ ജമാഅത്തായിട്ട് മരിച്ച വീട്ടിൽ മയ്യത്ത് നിസ്കരിക്കുക അതൊന്നും തീരെ പാടില്ലാത്ത വിഷയമാണ്. അങ്ങനെ ഇനിയൊരു ആണ് ഇമാമത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ജായിസാണെന്ന് വരാം. അതിന്റെ ഇബാദത്തുകളും കാര്യങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പൊ പറയാം. ഞാനിപ്പോ ഒരു തുടക്കം നിങ്ങളൊക്കെയും ഈ വിഷയങ്ങൾ ഗഹനമായി പഠിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമ്മെ കൈകാര്യം ചെയ്യുന്നവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളൊക്കെയും സജ്ജമാവണം എന്ന് ഉണർത്തി അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ധൈര്യത്തോടുകൂടെ, നല്ല മനക്കരുത്തോടുകൂടെ വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹു തആല ഖിയാമത്ത് നാളില് ഈ മഹ്ശറയിലേക്ക് പോകുന്നത് വരെ ഖിബിലയിലേക്ക് തിരിഞ്ഞു കടക്കാൻ ഭാഗ്യം സിദ്ധിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പൊരുത്തട്ടെ. സാലി ഉസ്താദ് ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞാൽ മൈക്കവുതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ മസ്അലയുടെ ഗൗരവം പറഞ്ഞു. നിർബന്ധമായും മയ്യത്തിന്റെ മുഖവും നെഞ്ചും ഖിബിലയിലേക്കാവുന്ന രൂപത്തിലാണ് മയ്യത്തിനെ ഖബറിൽ കിടത്തേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഈമാൻ കിട്ടി മരിക്കാത്തവനാണെങ്കിൽ എന്താവും? അവന്റെ മുഖം ഖിബിലയെ തൊട്ട് തെറ്റും. ഈമാൻ കിട്ടാതെ മരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് ഖബർ മാന്താൻ പറ്റൂലേ? അങ്ങനെ ഞാനും തെറ്റിദ്ധരിക്കരുത്. ഒരു ഖബർ മാന്തേണ്ട അവസ്ഥ വന്നാൽ ആ മയ്യത്ത് നശിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മുഖം ഖിബിലയെ തൊട്ട് തെറ്റിക്കളയും. അത് ഈമാൻ കിട്ടി മരിക്കാത്തവരുടെ ഒരു അടയാളമാണ്. അതിന്റെ സംഭവങ്ങളൊക്കെയും ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഒരു ചെറിയ സംഭവം പറയാം. മഹാനായ പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം സാധാരണക്കാർ മനസ്സിലാക്കാനാണ്. സാലി ഉസ്താദ് ഒന്നും വിചാരിക്കരുത്. ഒരു 2 മിനിറ്റ് കൂടി. മഹാനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കിതാബാണ് കിതാബ് തൗവാബീൻ എന്ന് പറയുന്ന ഒരു കിതാബ്. ആ കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു ദർസ് നടത്തുന്ന സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ എന്നും ദർസ് കേൾക്കാൻ, ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും, ഈ ക്ലാസ്സിൽ വരും. പക്ഷെ അദ്ദേഹം എന്നും ഒരു മുഖത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ മറച്ചിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കാറുള്ളത്. ഒരു ദിവസം ഉസ്താദ് ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ, നീ എന്താണ് നിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മറച്ചിട്ടാണല്ലോ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്, മുഖം വെളിവാക്കാത്ത എന്താ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞാനൊരു സംഭവം പറയാം. ഒരിക്കലും
ഉസ്താദ് എന്നോടൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പറയാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിരുന്ന ആളായിരുന്നു, മയ്യത്ത് കബറടക്കിയാല് ആ കബറടക്കിയ മയ്യത്ത് രാത്രി സമയത്ത് പോയിട്ട് കബറ് മാന്തിച്ച് പുതിയ കഫൻതുണി ഞാൻ എടുക്കും, എന്നിട്ട് അത് വിറ്റ് ഞാൻ ജീവിക്കും. കഫൻതുണി മാന്തിച്ച് അത് വിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒരു രാത്രി ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവതിയുടെ മയ്യത്ത് കബറടക്കി ഞാൻ രാത്രി സമയത്ത് പോയിട്ട് കബറ് മാന്തിച്ച് ഈ കഫൻതുണി കബറിന്റെ മേലെ നമ്മൾ കീക്കബർ എന്ന് പറയല്ലോ, കീക്കബറാവുമ്പോ അതിനൊരു സ്റ്റെപ്പ് ഉണ്ടാവും, അതിമ നിന്നിട്ട് ഞാൻ ഈ മയ്യത്തിന്റെ കഫൻതുണി ഇങ്ങനെ വലിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോ ഈ കഫൻതുണി ആ മയ്യത്താവുന്ന യുവതി അങ്ങോട്ടും വലിക്കാണ്. അപ്പൊ എനിക്ക് കഫൻതുണി കിട്ടുന്നില്ല. നിന്ന് വലിച്ച കാരണം എനിക്ക് കഫൻതുണി ഇത് വലിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വലിക്കുന്നതിനനുസരിച്ച് ഈ യുവതിയാവുന്ന മയ്യത്ത്, ആ യുവതിയാവുന്ന മയ്യത്തിന്റെ കഫൻതുണി അങ്ങോട്ടും വലിക്കുന്നുണ്ട്. അങ്ങനെ എന്താക്കി, എനിക്ക് വലിക്കാൻ കിട്ടാതായപ്പോ ഞാൻ എന്റെ 2 കാലും മുത്തുകുത്തിയിട്ട് അവരെ കബറിലൊന്ന് കൊമ്പ് തിങ്ങാണ്ട് ആങ്ങി വലിക്കുകയാണ് ഈ കഫൻതുണി കിട്ടാൻ വേണ്ടി. ആ സമയത്ത് ചില അത്ഭുതങ്ങളാണ്, നല്ല നല്ല മയ്യത്തുകളുടെ അത്ഭുതങ്ങളായിരിക്കും. ഈ കബറിൽ കിടക്കുന്ന മയ്യത്ത് ഞാന് മുത്തുകുത്തിയിട്ട് ഈ കഫൻതുണി ആങ്ങി ഓങ്ങി വലിക്കുമ്പോ ആ മയ്യത്തിന്റെ മുൻകൈ കൊണ്ട് എന്റെ മുഖത്തേക്ക് അടിച്ചു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആലോചിച്ച് നോക്കി, എന്റെ മുഖത്തേക്ക് അടിച്ചു. ആ അടിയുടെ അടയാളം ഇന്നും എന്റെ മുഖത്ത് നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പൊ ഒരു മുഖത്തടി കിട്ടിയ വിരലിന്റെ അടയാളം എന്റെ മുഖത്ത് കിടക്കുന്നു. ആ ഒരു വഷൽത്തരം കാരണമാണ് ഞാൻ ഈ മുഖം മറച്ച് നടക്കുന്നത്. അല്ലാഹു തആല കാത്ത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഉസ്താദ് ചോദിച്ചു, അപ്പൊ ഒരുപാട് കബറ് മാന്തിയിട്ടുണ്ടല്ലേ, ഒരുപാട് കബറ് എന്തായിരുന്നു? കിബിലയിലേക്കല്ല മുഖം കടക്കുന്നത്, കിബിലയെയും തൊട്ട് തെറ്റി കടക്കുകയാണ്. അങ്ങനെ അബൂ ഇസ്ഹാഖ് എന്നവർ മറ്റൊരു പണ്ഡിതനോട് അന്വേഷിച്ചു, എന്താണ് ഖബറിൽ മയ്യത്ത് കിബിലയിലേക്ക് വെച്ചിട്ടും മരിക്കാത്തതിന്റെ അടയമാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറയുമ്പോ നമ്മുടെ ഈ മയ്യത്ത് സംസ്കരണം എന്ന ക്ലാസ്സിലൂടെ നമുക്ക് ആത്മീയമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വിഷയമാണ്. അല്ലാഹു തആല വിശാലമായി പഠിക്കാനും ധൈര്യമായി അത് ചെയ്യാനുള്ള ഇൽമും മനക്കരുത്തും ധൈര്യവും കിട്ടി ഈ ക്ലാസ് റൂമിന് തുടക്കം കുറിച്ചവർ, ഇതിനു വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നവർ, ശാരീരികമായി സഹായിക്കുന്നവർക്കൊക്കെയും അവരുടെ ഖബറുകളിൽ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി അള്ളാഹു നമുക്ക് ഈ ഇൽമിനെ ആക്കി തീർക്കുമാറാവട്ടെ എന്ന് ഞാൻ ഇന്ന് മാത്രം ഉണർത്തി. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇനി ഞാനിപ്പോ തന്നെ പറയാണ്, ചിലപ്പം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും, ചിലപ്പം റേഞ്ച് കിട്ടിയില്ലാന്ന് വരും, ചിലപ്പം കറണ്ട് ഉണ്ടായില്ലാന്ന് വരും, ചിലപ്പം വൈകുന്നേരത്താണ് നമുക്കൊരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഇപ്പം മൈക്കെടുക്കാൻ ആളില്ല, അല്ലെങ്കിൽ ലൈവ് പഴയ സമയമായി റെക്കോർഡ് വെച്ചിട്ട് എന്നാ കുറച്ചു സമയം അതിനെപ്പറ്റി പറയാ എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെങ്കിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ചില ക്ലാസ്സുകൾ രാവിലെ എന്തായില്ലെങ്കിലും വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഉണ്ടാവും. എപ്പോഴും ഒഴിവുള്ള സമയത്തൊക്കെ നിങ്ങൾ KMIC ശ്രോതാക്കളാവുക. അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും, നിങ്ങളുടെ കുടുംബത്തിന് ഉപകാരം ചെയ്യും, നിങ്ങളുടെ മഹല്ലത്തിന് ഉപകാരം ചെയ്യും എന്ന് KMICയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഉണർത്തി. തൽക്കാലം സാലിഹ് ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിച്ച് ഞാൻ മൈക്ക ഇത് ചെയ്യുന്നു. ദുആ വസിയ്യത്തോടെ ഉസ്താദ് എന്താ വേറെ ഉസ്താദ്മാരൊന്നും ഇല്ലാന്ന് കാണാനില്ല. ഉസ്താദ് പോയോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് വന്നിട്ടുണ്ട്. സാധാരണ അമാൻ ഉസ്താദിന്റെ ക്ലാസിന്റെ സമയമാണ്, പക്ഷെ ഉസ്താദിനെ കാണാനില്ല. ഞാൻ മൈക്ക ദുആ വസിയ്യത്തോടുകൂടെ ഞാൻ മൈക്ക ഇത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നല്ലൊരു വിഷയമായിരുന്നു ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത്. മയ്യത്ത് പരിപാലനത്തെ കുറിച്ചും അതിനെ മറുമാടുന്നതിനെ ഖിബിലയെ കുറിച്ചും നല്ലൊരു വിഷയമായിരുന്നു. ഇന്ന് പലരും പ്രത്യേകിച്ച് ചിന്തിക്കാത്തൊരു വിഷയമാണ്. ഇന്ന് അവര് മയ്യത്ത് ഖബർ കളക്കുന്നവരെ അവർ കളക്കുന്നു, മറ്റൊരു മയ്യത്ത് മറുമാടുന്നു. അത് ശരിയാണോ എന്ന്
പലരും ചിന്തിക്കുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ നല്ലൊരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും അത് ശ്രദ്ധിക്കാൻ പറ്റും. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തിൽ ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ ജോലി ഇൽമിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ ഇൽമ് കേട്ട് എത്രയോ പേർക്ക് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. എത്രയോ സഹോദരിമാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം നമ്മുടെ ഒപ്പം KMIC ഒരുമിച്ച് കൂടാനും നല്ല നല്ല ഉപദേശങ്ങൾ തരാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തിൽ ദീർഘായുസും ഹിമ്മത്തും നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, നമുക്കറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഉമ്മയുടെ രോഗം പരിപൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ. ആഫിയത്തിൽ ദീർഘായുസ് അള്ളാഹു അമ്മക്ക് കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സീന ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദിന് ആദരപൂർവ്വം മൈക്ക് ക്ഷണിക്കുന്നു. ഉസ്താദ് മൈക്ക് കിട്ടുന്നില്ലേ? ഉസ്താദ് ഒന്നുകൂടി മൈക്ക് എടുത്ത് നോക്കി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.